വലൗ കമഫ്ഹസി ഖതാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്. അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തു. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, അല്ലാഹുവിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടിയല്ല. സംഘടനക്ക് അഡ്രസ് ഉണ്ടാവണമെങ്കിലും സംഘടനയുടെ കലണ്ടർ തൂക്കാനോ പള്ളി വേണ്ടേ, അതിനല്ല. മൻ ബനാ ലില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ വേണം. അവിടെ ഓൾറെഡി ഒരു പള്ളി ഉണ്ട്, നീ എന്തിനാ വേറൊന്നും അവിടെ തന്നെ കൊണ്ട് ഉണ്ടാക്കുന്നത്? എന്തിനാ? അത് സംഘടനയെ വളർത്താനാണ്, അല്ലേ? അത് ഫിത്ന ഉണ്ടാക്കാനാണ്. എങ്ങാനും ഒരു സമൂഹത്തിന് യോജിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും ഈ പള്ളി ഇപ്പം അങ്ങനെ ഒഴിച്ചിടാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് ചിന്തി ആ ഖിയാമത്ത് നാൾ വരെ ഒരു ഭിന്നിപ്പിന്റെ കാരണമായില്ലേ? ആ പള്ളി ഒളിക്കാൻ പറ്റുമോ? രണ്ടു കൂട്ടർ രണ്ടായി തിരിഞ്ഞാൽ ഒരു കൂട്ടർക്ക് ഒന്നിച്ചു ചേരാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ ഭിന്നിപ്പുണ്ടാക്കി, അതിനൊന്നും കൂലിട്ടൂല. മൻ ബന, അതെന്ന ലില്ലാ. മൻ ബന മസ്ജിദ് എന്നല്ല, മൻ ബന ലില്ലാഹി മസ്ജിദ, അള്ളാന്റെ കൂലിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ്. അതിന് കൂലി കിട്ടും. വലൗ കമഫ്ഹസി ഖതാ, അതിന് 100 മിനാരങ്ങളുടെ ആവശ്യമില്ല. കമഫ്ഹസി ഖതാ, ഒരു മാടപ്രാവിന് ഇരിക്കാവുന്ന സ്ഥലേ ഉള്ളൂ, അത്രയും ചെറുത്. എന്താ പറഞ്ഞു? ഈ സ്റ്റേജിലേക്ക് ഞാൻ നിൽക്കുന്ന ഇത് നമ്മുടെ ഈ സ്പീക്കിംഗ് സ്റ്റാൻഡും ഒരാൾക്ക് നിൽക്കാനും ഒരാൾക്ക് നിസ്കരിക്കാനും അവിടെ പറ്റും. എന്നാലും മാടപ്രാവിന്റെ കൂടിനേക്കാളൊക്കെ അത് വലുതാണ്, അല്ലേ? അത്രേ ഒരാൾക്ക് കഴിയുള്ളൂ. ആകെ 600-700 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളാ, അയാളെ കൊണ്ട് വലിയ പള്ളി ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. ഞാനൊരു ഓട് മേഞ്ഞിട്ടൊരു 5 ആൾക്ക് നിൽക്കാനുള്ളൊരു പള്ളി ഞാൻ ഉണ്ടാക്കട്ടെ, അയാൾക്ക് അതേ കഴിയൂ, മതി. അൽഹംദുലില്ലാഹ്, നാളെ സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു പണിത് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ നാടുകളിൽ ടോയ്ലറ്റിന് ചെലവഴിക്കുന്ന പൈസ മതിയാവും ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കാൻ. ടോയ്ലറ്റിന്റെ ക്ലോസറ്റ് എവിടുന്ന? ജർമ്മനിയിൽ നിന്ന്. അതിന്റെ ടൈൽസ് ഇറ്റലിയിൽ നിന്ന്. അതിന്റെ റൂഫിങ്, അതിന്റെ പെയിന്റിങ്, അതിന്റെ എഞ്ചിനീയർ കൊടുത്ത കാശ്. യാ അല്ലാഹ്, ഏറ്റവും വലിയ ഐറണി അതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഐറണി. ഒരു വീടുണ്ടാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കാണിച്ചു കൊടുക്കുക ടോയ്ലറ്റ്, അല്ലേ? എന്താ അവിടെ നടക്കാൻ പോണ ആക്ടിവിറ്റി? എന്തിനാ ഇത് കാണിച്ചു കൊടുക്കണത്? എത്രയാ പൈസ അവിടെ ചെലവഴിച്ചിട്ടുള്ളത്? എന്നാൽ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി, ദീനിന്റെ മദ്രസ പൊളിഞ്ഞടക്കാണ്. അതൊന്ന് മേയ്ക്കാൻ, അതൊന്ന് നന്നാക്കാൻ, പള്ളിയിലവിടെ മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, ആളുകൾ പ്രയാസത്തില്ല, ഒരു ടോയ്ലറ്റ് നമ്മുടെ വക, അതിനൊന്നും ഇയാൾക്ക് പൈസ ഇല്ല. സ്വന്തം പുരയിൽ ആർഭാടങ്ങൾ കുത്തി നിറച്ചതിന്റെ ശേഷം അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കാൻ, അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് ഞാൻ ഉണ്ടാക്കാൻ ചിന്തിക്കുന്നില്ലല്ലോ. ഇതാണ് വിഷയം. എത്രയാ ഹദീസ് പറയുന്നത്? കമഫ്ഹസി ഖതാ. മഫ്ഹസി ഖതാ എന്നൊക്കെ പറഞ്ഞ മാടപ്രാവിനിരിക്കുന്ന കൂട് പോലെ അത്രയ്ക്കേ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. മതി, അത്രവെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു വീട് പണിത് കൊടുക്കും. നമ്മളൊക്കെ നിയ്യത്ത് ചെയ്യാൻ ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്. ഇവിടെ ഇരിക്കുന്നവർ ഞങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാൻ, ജീവിതത്തിൽ ഒരു നിയ്യത്ത് വെച്ചേക്കാം. അള്ളാഹു കഴിവ് തന്നാൽ, പൈസ ഉണ്ടായാൽ, ഇല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല റാഹത്തിലാണ്. നിങ്ങൾക്ക് സ്വന്തമായൊരു പുര വെച്ചു ആയിക്കോട്ടെ, റാഹത്തിൽ, അല്ലെ? അൽ മൻസിലുൽ വാസിഅ, വിശാലതയുള്ള വീട്. അൽ മർകബ് സ്വാലിഹ്, നല്ല വാഹനം. അസ്സൗജത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണ്, ഇതൊക്കെ വലിയ സൗഭാഗ്യങ്ങളാ. വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽപക്കക്കാരൻ, ഇതൊക്കെ കിട്ടി. അൽഹംദുലില്ലാഹ്, എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണമല്ലോ, ഞാനൊരു പള്ളി ഉണ്ടാക്കട്ടെ. അത് ഏതെങ്കിലും വല്ല പാലക്കാട് ജില്ലേൻ്റെ ഉള്ളിലോ വല്ല കൊടകുന്നങ്ങോട്ടോ അങ്ങോട്ടോ വല്ല വയനാട്ടിലെയോ, അല്ലെ? മലപ്പുറം ജില്ലയിലൊക്കെ ചില ഓണം കയറാ മൂലകളുണ്ടാവും, വളരെ പ്രയാസത്തിൽ ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളുണ്ടാവും. അവിടങ്ങളിൽ ചെന്ന് നിങ്ങളും പടച്ചോനുമല്ലാതെ മറ്റൊരു മഖ്ലൂഖാർ, ഒരു ഫോട്ടോഗ്രാഫറെയും കൊണ്ടുവരണ്ട, ഒരാളോട് ഇത് പറഞ്ഞു കേൾപ്പിക്കും വേണ്ട. നിങ്ങളും അള്ളാഹുവും മാത്രം അറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിയ്യത്ത് ചെയ്തേക്കണം. നാളെ സ്വർഗത്തിൽ ഒരു വീട് കിട്ടാനുള്ള പണി, അതിന്റെ എളുപ്പ വഴി ഈ വീടുണ്ട്, അള്ളാഹുവിന് വീടുണ്ടാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കേരളത്തിന്റെ പുറത്തേക്ക് കടന്നാൽ ഇഷ്ടം പോലെ വളരെ ചെറിയ ചെലവിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. തമിഴ്നാട്ടിലോ അങ്ങ് കർണാടകയിലോ UP-യിലോ അങ്ങനെയൊക്കെ ചെന്നാൽ വളരെ ചെറിയ പൈസക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളും അത് നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും അതിനനുസരിച്ച് സുബ്ഹാനല്ലാഹ് അത് നിയ്യത്ത് ചെയ്തേക്കാം. നാട്ടിൽ പോയിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടുന്ന് അള്ളാഹു നിഅമത്ത് ചെയ്യുന്ന ഈ നാട്ടിൽ നിലനിൽക്കുകയാണ്. ഇവിടെ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു നിഅമത്ത് തന്ന് നമുക്ക് മിച്ചമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാനത് ചെയ്യും. അത് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പറ്റുന്ന ആളുകളെ ഏൽപ്പിക്കുക. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ലില്ലാഹ്, പത്രത്തിൽ കൊടുക്കണ്ട, ആരെ അറിയിക്കണ്ട, വിളിച്ചു പറയണ്ട. നിങ്ങളുടെ പുരയിലെ പെണ്ണുങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വെറുതെ അല്ല, ഒന്നുമല്ല. അള്ളാഹ്, നിങ്ങൾ ആ പള്ളി ഉണ്ടാക്കണതിന്റെ കയ്യുമൊക്കെ ഒറ്റ വളമുണ്ടാക്കി തന്നാൽ പോരെ. ഇതാകാരം പെണ്ണുങ്ങൾ അപ്പം പറയാം, ആ അപ്പം ശ്വാസമായി, അല്ലേ?
അതേ മിണ്ടണ്ട, നിങ്ങൾ പടച്ചവനെ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരും നിയ്യത്ത് ചെയ്യും. അള്ളാഹു തൗഫീക്ക് തന്നാൽ, അത്രയല്ലേ നമ്മൾ നോക്കണുള്ളൂ, അള്ളാഹു തൗഫീക്ക് തന്നാൽ ഞാനിത് ചെയ്യും. അങ്ങനെ നമ്മളാണ് മരിച്ചാൽ, പടച്ചോനെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, സങ്കടം വേണ്ട, ഞാനൊരു നിയ്യത്ത് ചെയ്തിരുന്നു, ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന സ്ഥലത്ത് അള്ളാഹ് നീ എനിക്ക് കഴിവ് തന്നാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിനക്ക് വേണ്ടി സുജൂദ് വെക്കാൻ, തല ചായ്ക്കാൻ, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഒരു സ്ഥലം, ഒരു മസ്ജിദ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് കഴിഞ്ഞിട്ടില്ല പടച്ചോനെ, പ്രയാസമുള്ള നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്ത് അവന്റെ അമലിനേക്കാളും ഖൈറാണ്. ഒരുപക്ഷെ നമ്മൾ ആ നിയ്യത്ത് മതിയാവും രക്ഷപ്പെടാൻ. അങ്ങനെ കഴിയാതെ മരിച്ചുപോയി എന്ന് വിചാരിക്കാം, ഒരു കുഴപ്പമില്ല, അതുണ്ടാക്കിയതിന് കൂലി അള്ളാഹു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.